Yes, guys, and welcome back after a long time. Long time actually. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചി ജൂ ടൗണിലാണ് നിൽക്കുന്നത്. ആൻഡ് നമ്മൾ ഇന്നിവിടെ മൊത്തം 360 പിടിച്ചേക്കാം. വി ആർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് സുഖമായിട്ട് വി ആറിലിരുന്ന് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. ഓക്കെ, വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല, എല്ലാം തുറന്ന് വരുന്നതേ ഉള്ളൂ. ആ ഒരു ടൈം കൊണ്ടാണ്. നമുക്ക് ജൂ ടൗണിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ജൂ ടൗണിൻ്റെ ആ ഒരു എൻട്രൻസ്. അതായത് 2 വഴികളുണ്ട്. നമുക്ക് അപ്പുറത്തുനിന്ന് വരാം, പുറകിൽ നിന്നും വരാം. അതായത് ഇതിലേയും പോവാം. ഫ്രണ്ടിലാണെങ്കിൽ ചെറിയൊരു സെറ്റപ്പിൽ ടോപ്പിലോട്ടൊക്കെ നോക്കുവാണെങ്കിൽ ഒരു വുഡൻ ബോർഡിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ജൂ ടൗൺ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റും. ആൻഡ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടൊക്കെയാണ് അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. നല്ല എന്താ പറയുക, ക്രിയേറ്റീവായിട്ടുള്ള ഭിത്തികളും ബിൽഡിങ്സും, ടോട്ടലി ഒരു അടിപൊളി വൈബാണ്. പിന്നെ എല്ലാ വീഡിയോസും പോലെ തന്നെ ജസ്റ്റ് എല്ലായിടും ഒന്ന് കറങ്ങി കണ്ടോ. നിങ്ങൾ ഇതുപോലെ തന്നെ സ്റ്റില്ലായിട്ട് ഫോൺ പിടിക്കണമെന്നില്ല, ചുറ്റിനും കറങ്ങി ചുറ്റി അടിച്ച് കാണാം. ആൻഡ് എൻജോയ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വഴികളാണ്. തൊട്ടപ്പുറത്തോട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇപ്പോൾ അവിടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുക. സോ ആ ഒരു പരിപാടി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് അങ്ങോട്ട് പോവാം. റൈറ്റ് നൗ നമ്മൾ ഇതെങ്ങോട്ടാണെന്നൊന്നും എനിക്ക് അത്ര ഐഡിയ ഇല്ല, ബട്ട് ഏരിയ എല്ലാം നല്ല അടിപൊളി, രക്ഷയില്ല. ഇങ്ങോട്ടും ആക്ച്വലി കുറേ കാണാനുണ്ടെന്ന് തോന്നുന്നില്ല. അതായത് കൂടുതലും ഈ ആ ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പണിത ആ ഒരു ബിൽഡിങ്സിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു നിരയാണ് ഇങ്ങോട്ട് മൊത്തം ഉള്ളത്. റൈറ്റ് സൈഡിൽ പോലീസ് മ്യൂസിയം കാണാം. അതിൻ്റെ ഉള്ളിൽ അടിപൊളിയാണ് കേട്ടോ. അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു, പടച്ചിട്ടേക്കാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. ജസ്റ്റ് ഒന്ന് റീവൈൻഡ് അടിച്ചിട്ട് അങ്ങോട്ടൊക്കെ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്ഥലമൊക്കെ ഒന്ന് കാണാം.
ഈ ഒരു ഏരിയയുടെ നല്ലൊരു ഹൈലൈറ്റാണ് ഈ ഒരു കാണുന്നത്. ഫുള്ള് കളറാണ്, ഒരു രക്ഷയില്ല. വാരിക്കോരി അങ്ങ് തേച്ചേക്കുക, നല്ല വൃത്തിക്ക് കേട്ടോ. ഏത് ബിൽഡിങ്ങിൽ നോക്കിയാലും നല്ലൊരു കളർ കോംബോ ഒക്കെ അടിച്ച്. ഈവൻ അതൊരു ഓൾഡ് ബിൽഡിംഗ് ആണെങ്കിലും അതെ, നല്ല അടിപൊളിയായിട്ടാണ് എല്ലാം നീറ്റായിട്ടാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇവിടെ വരെ ഉള്ളൂ ആ ഒരു ജൂ ടൗണിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളൊക്കെ. അങ്ങോട്ട് ബാക്കി എനിക്ക് തോന്നുന്നു ബാക്കി ആ ഒരു ചന്തയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകാൻ തോന്നുന്നു. നമുക്ക് ഇവിടെ നിന്നൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ കുറച്ച് മുന്നേ കണ്ട ആ ഒരു വഴിയിലോട്ടൊന്ന് കയറിപ്പോയി നോക്കാം. അവിടെ കുറച്ചുകൂടെ നല്ല കളർഫുള്ളായിട്ടുള്ള ഏരിയ ആണെന്ന് തോന്നുന്നു. കുറച്ച് നല്ല മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ വണ്ടിക്കൊന്നും പോകാനായിട്ടുള്ള ഒരു റൂട്ടില്ല. അതൊരു പക്ക നല്ല വൃത്തിക്ക് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. ആ ഒരു റൂട്ടിലോട്ടാണ് ഞാൻ ആ പോകുന്ന കാര്യം പറഞ്ഞിരുന്നത്. ലൈക്ക് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഡീവിയേറ്റ് ചെയ്ത് വന്നിരുന്നത്. ഇനി ആ ഒരു റൂട്ടിലോട്ട് പോയി നോക്കാം. അവിടെ അങ്ങോട്ട് പോകാനായിട്ടാണെങ്കിൽ കുറച്ച് നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ഡെക്കറേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് കാണാം. ലൈക്ക് അത് എസ്പെഷ്യലി ഈ ഒരു എന്താ പറയുക, ടൂറിസ്റ്റ് ഏരിയ പോലെ നല്ലോണം കീപ്പ് ചെയ്യുന്നൊരു നല്ല ബ്യൂട്ടിഫുൾ ഒരു സ്പോട്ടാണ്. നമുക്കിനി അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഇങ്ങോട്ടൊക്കെ ഞാനും ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഒരു അടിപൊളി ഒരു ഏരിയയാണ് കണ്ടിട്ട്. ലെറ്റ്സ് ഗോ ബാക്ക്. നമുക്ക് തിരിച്ച് വന്ന വഴിക്ക് ഇറങ്ങാം. ഓക്കെ,
അവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. ഞാൻ വെറുതെ ഇതിലേ നടന്നത് കുളവാക്കും. അങ്ങനെ ആ ഒരു സെഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ആൻഡ് ഇനി ഒരു മെയിൻ സ്പോട്ടുണ്ട്. ലൈക്ക് നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും, നല്ല കളർഫുള്ളായിട്ടുള്ള ഭിത്തികളുള്ള ഒരു ഏരിയ. അതും ഇവിടെ അടുത്ത് തന്നെയാണ്. നമുക്ക് അങ്ങോട്ട് നെക്സ്റ്റ് ഒന്ന് നടക്കാം. സോ ആ ഒരു ലെഫ്റ്റും കൂടെ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ ഒരു സ്പോട്ട് കാണാം. നല്ല കളർഫുള്ളായിട്ടുള്ള ആ ഒരു ഭിത്തികൾ മൊത്തം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ക്രിസ്മസിൻ്റെ വൈബും കൂടെ ആയപ്പോഴത്തേക്കിനും ഇവിടെ ഒക്കെ ആയിട്ട് അതിൻ്റെ കുറേ ഡെക്കറേഷൻസും കൂടെ കാണാനായിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നറിയില്ല. കുറേ നാൾ മുന്നേ ഞാൻ വന്നിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഇത്രയും ഭാഗം കുളമാക്കിയിട്ടുണ്ട്. അത് വേറെ കമ്പനികളെങ്ങാണ്ട് എടുത്തു. ഇനിയിപ്പോൾ ആ 437 എങ്ങാണ്ട് ഭിത്തി എങ്ങാണ്ടേ ബാക്കിയുള്ളൂ. അതും എനിക്ക് തോന്നുന്നു ഇതുപോലെ ഇപ്പം ആൾക്കാർ മേടിച്ച് തുടങ്ങി. ഭിത്തികളുടെ ഭംഗിയൊക്കെ ഇപ്പോൾ ഉടനെ അങ്ങ് പോവും. അതൊക്കെ ഓരോ ആൾക്കാരെടുത്തു. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാർ വേഗം പോരെ. ബട്ട് സ്റ്റിൽ ഇവിടെ മൊത്തം കുളമാക്കി വെച്ചിട്ടുണ്ട് നല്ലോണം. ഇനി അറിയത്തില്ല ഇതെന്തൊക്കെയായി തീരുമെന്ന്. നേരത്തെ ഇങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ കളറ് കാരണം നമുക്ക് കണ്ണു തുറക്കാൻ പറ്റില്ലായിരുന്നു. അതുപോലത്തെ കളർ അടിച്ച നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഭിത്തികളായിരുന്നു മൊത്തം. ഇതിപ്പം ഒന്നുമില്ല, വെറുതെ ഇവിടെ വരെ നടന്നത്.